അങ്ങനെയാണെങ്കിൽ ദീർഘദിവസം ഉപവസിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് 1/6 സമയമേ മാറ്റിവെക്കാവുള്ളൂ. ബാക്കി സമയം മുഴുവനും ദൈവീക കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുവിനെതിരെയുള്ള ആയുധം എന്ന നിലയിൽ പ്രാർത്ഥനയെ കർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാവുന്ന മറ്റൊരു അധ്യായം യോഹന്നാൻ 17 17:1 ഇങ്ങനെയാണ്: ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ. ഇത് സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് സംസാരിച്ചിട്ട് 14, 15, 16 അധ്യായങ്ങളിൽ ശിഷ്യന്മാരോട് സംസാരിച്ചു. നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ എടുക്കാം: ജനത്തോട് പ്രസംഗിച്ചിട്ട് ദൈവത്തോട് സംസാരിക്കുക. മനുഷ്യരോട് പ്രസംഗിച്ചിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇതായിരുന്നു യേശുവിൻ്റെ രീതി. ഇത് സംസാരിച്ചിട്ട് അവൻ സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത്. ആ വാചകത്തിലെ മറ്റൊരു മനോഹര സന്ദേശം, സ്വർഗത്തേക്ക് നോക്കിയാണ് അവൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ നോക്കെത്തുന്ന ദൂരമായിരുന്നു സ്വർഗം. സ്വർഗം അവന് കിലോമീറ്ററുകൾ അകലെ ആയിരുന്നില്ല. പ്രാർത്ഥിക്കുന്നവനോട് ഏറ്റവും അടുത്താണ് സ്വർഗം എന്നൊരു സന്ദേശം ആ വാക്യത്തിൽ ഉണ്ട്. ഇന്ന് രാത്രി സ്വർഗം ആരോട് അടുത്തിരിക്കുന്നു എന്നറിയാമോ? പ്രസംഗിയനോടല്ല, പ്രാർത്ഥിക്കുന്നവനോട് വളരെ അടുത്താണ് സ്വർഗം. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത്. നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഫോൺ വിളിക്കാം, പക്ഷെ നോക്കി പറയാൻ ഉള്ള സംവിധാനം അത്ര സുഖമായിട്ടില്ല, ആകാൻ പോണു. എന്നാൽ യേശു അന്ന് ഭൂമിയിലിരുന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കിയാണ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന് സ്വർഗം വളരെ അടുത്താണ്. അടുത്ത പ്രയോഗം, അവൻ സ്വർഗത്തേക്ക് നോക്കി പ്രസംഗിക്കുകയല്ലായിരുന്നു, പറയുകയായിരുന്നു. പ്രാർത്ഥന, യേശു സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ആയിരുന്നു, വർത്തമാനം പറയുന്ന പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ജാടയില്ലായിരുന്നു, ഫോർമാലിറ്റീസ് ഇല്ലായിരുന്നു, ഭംഗിവാക്കുകളില്ലായിരുന്നു, കാര്യം പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ ജോയിച്ചായൻ ഓർപ്പിച്ച പോലെ ഡിക്ഷണറി തപ്പണ്ട ആവശ്യം ദൈവത്തിന് വരികയിലായിരുന്നു. വാക്കുകൾക്ക് നിങ്ങൾ അപ്പനോട് വർത്തമാനം പറയുമ്പോൾ കഠിന പദങ്ങൾ ഉപയോഗിക്കുമോ? അമ്മയോട് വർത്തമാനം പറയുമ്പോൾ സംസ്കൃതത്തിലാണോ പറയുന്നത്? മമ്മി അല്പം ക്ഷീരം തരുമോ? അങ്ങനെയൊന്നും ആരും ചോദിക്കാറില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ബന്ധം പ്രാർത്ഥനയിൽ വരുമ്പോൾ മാത്രമേ പ്രാർത്ഥനയാകുകയുള്ളൂ. അത് ആ ബന്ധത്തെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് യേശു പറയുകയാണ്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്നൊരു വാക്യം ചെറുപ്പത്തിൽ കേട്ട കാരണം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോഴാണ് മനസ്സിലായത്, സ്വന്തം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തൊക്കെ? ജഡത്തെ ജയിക്കാൻ, ചിന്തയെ നിയന്ത്രിക്കാൻ, നാവിനെ നിയന്ത്രിക്കാൻ, പാപത്തെ ജയിപ്പാൻ, പിശാചിനെ ജയിപ്പാൻ, പരിശുദ്ധാത്മശക്തി പ്രാപിപ്പാൻ, പുതിയ ദൂത് ലഭിപ്പാൻ, ദർശനം ലഭിപ്പാൻ, കാഴ്ചപ്പാട് ലഭിപ്പാൻ, എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിപ്പാൻ, ദൈവത്തിന്റെ നടത്തിപ്പ് കിട്ടുവാൻ, ഗൈഡൻസ് കിട്ടുവാൻ, ഒരു വാക്കുപോലും തെറ്റിപ്പോകാതിരിപ്പാൻ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കേണ്ടത് ആവശ്യം. നിങ്ങൾക്ക് തന്നെ ജീവിക്കാവുന്ന ഒരു ലോകമല്ലിത്. നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാവുന്ന ഒരു മാർക്കറ്റ് അല്ലിത്. നിങ്ങൾക്ക് തന്നെ കാല് വെച്ചാൽ നിങ്ങൾ വഴുതിപ്പോകും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ കാൽവെപ്പും ദൈവത്തിന്റെ നടത്തിപ്പിലാകട്ടെ. എന്റെ കാൽ ചുവടുകൾ നിന്റെ പാതയിൽ തന്നെ ആയിരുന്നു എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം നേടുക. രണ്ടാമത്, അവൻ തന്നോടൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളോടൊപ്പമുള്ള ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പേരൻസിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ആ റൗണ്ട് വലുതായി 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 ലോകം മുഴുവൻ പോകണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം അന്നേരം ഒരുപാട് പോകും. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, വർത്തമാനം പറയാനുള്ള സമയം ഒരുപാട് കുറഞ്ഞു പോകും. പ്രാർത്ഥിക്കുന്നവന് വർത്തമാനം പറയാൻ സമയം വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യരാണോ എന്ന് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്നറിയാം. നിങ്ങൾ വളരെ നേരം വർത്തമാനത്തിൽ പറയുമെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ സമയമെടുക്കുന്നയാള് അല്ല. മൂന്നാമത്തെ പ്രയർ കാണാൻ മേലാത്തവർക്ക് വേണ്ടിയാ, ഇവരിലൂടെ വരാൻ പോണവർക്ക് വേണ്ടിയെന്ന്. വാക്യം 20 ഞാൻ നിർത്തുന്നു. യേശു അന്ന്
അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പന്തലിന്റെ പുറകിലത്തെ അറ്റത്ത് നിന്ന് പ്രസംഗം കേൾക്കുന്ന സഹോദര, നിനക്ക് വേണ്ടി 2000 കൊല്ലം മുമ്പ് ദൈവപുത്രൻ പ്രാർത്ഥിച്ചു. ഓക്കെ, എങ്കിലൊരു ചോദ്യം, കാണാൻ മേലാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ പാസ്റ്ററെ, കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം കിട്ടുന്നില്ല, അന്നേരം കാണാത്തവർക്ക് വേണ്ടി. നിങ്ങളുടെ സഭയിൽ ഇപ്പോൾ 25 അംഗങ്ങളുണ്ടെങ്കിൽ നാളെ ആ സഭയിൽ വന്ന് സ്നാനമേൽക്കാൻ പോകുന്ന 250 പേരെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാമോ? അടുത്ത വർഷം ഈ കൺവെൻഷൻ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഈ പരിസരം മുഴുവനും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതായിട്ട് ഭാവനയിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാമോ? പെന്തക്കോസ്ത് നാളിൽ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തീ കത്തുന്നത് പോലെ തോന്നുകയും ആ ദേശം മുഴുവനും അവിടേക്ക് ഓടിക്കൂടുകയും ചെയ്തതുപോലെ കുമ്പനാട് കൺവെൻഷനിൽ നാളെ രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നു, നാളെ കഴിഞ്ഞ രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാമോ? നിന്റെ പ്രാർത്ഥനയിൽ എന്ത് ഇമാജിനേഷനാണ്? നിന്റെ പ്രാർത്ഥനയിൽ എന്താണ് സ്വപ്നം? എന്താ സ്വപ്നം? ദൈവം ഭാരതത്തിൽ ഉണർവഹിക്കാൻ പോകുന്നു എന്ന് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കാമോ? ഇവിടുത്തെ ഭരണതലത്തിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാമോ? ദാനിയേൽ പ്രവാചകന്റെ പ്രാർത്ഥനയാൽ ആ രാഷ്ട്രത്തെ പോലും കുലുക്കുവാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രത്തെ ചലിപ്പിക്കുന്ന ഉണർവുണ്ടാകാൻ പോകുന്നുവെന്ന് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാമോ? ഇന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നീ കാണുമെങ്കിൽ നാളെ അത് നിന്റെ കണ്ണിൻ മുൻപിൽ വരും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്ന് കാണാൻ മേലാത്ത കാര്യം പ്രാർത്ഥനാ മുറിയിൽ വിശ്വാസ കണ്ണുകളിൽ കണ്ടാൽ നാളെ അത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം കൃപ തരും. ഹന്ന എന്ന സഹോദരി ഒരു കൊച്ചിനെ പിടിച്ചോണ്ട് പുരോഹിതന് മുമ്പിൽ നിന്നിട്ട് പറയുക, യജമാനനെ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ സിസ്റ്ററെ, കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. ഞാൻ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഓർക്കുന്നില്ലേ? നമ്മളാണെങ്കിൽ ഒരു വാക്കൂടെ പറയും, അന്ന് എന്നെ കള്ളു കുടിച്ചാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയില്ലേ? അത് പറഞ്ഞില്ല പുള്ളിക്കാരത്തി, അത് പറഞ്ഞില്ല. അന്ന് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓർക്കുന്നുണ്ടോ? ഔവ്വ, കാരണം അധികം പേര് പ്രാർത്ഥിക്കാറില്ലല്ലോ. നിന്നെ ഓർക്കുന്നുണ്ട്. നീ മാത്രമേ അങ്ങനെയുള്ള ഒരു പണി ഇവിടെ ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം അറിയാമോ? അതായത് അന്ന് അതില്ലായിരുന്നു. അന്ന് ഞാനത് കണ്ണടച്ചപ്പോൾ കണ്ടു, ഇന്ന് ഞാനത് കണ്ണ് തുറന്നു കാണുന്നു. കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന സത്യങ്ങൾ, പ്രാർത്ഥനാ മുറിയിൽ കാണുന്ന സത്യങ്ങൾ നിന്റെ കണ്ണിന് മുമ്പിൽ കാണാൻ ദൈവം അവസരം തരും. നീ പ്രാർത്ഥിച്ചത് പലതും കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ മരിക്കൂ. നീ പ്രാർത്ഥിച്ചത് പലതും നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ ഇവിടുന്ന് പോകും. ഗ്ലോറി, 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 ഗ്ലോറി.